എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ നന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമിനോട് നന്ദ ചോദിച്ചു, അല്ല ഗൗതം സാറിന് എങ്ങനെ അറിയാവുന്നേ, അത് നിർമ്മലാന്ന് എങ്ങനെയാ മനസ്സിലായെന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ അവനെ ഒന്ന് കണ്ടായിരുന്നു, ഒന്ന് പരിചയപ്പെട്ടായിരുന്നു പറയാം. ഓഹോ, അപ്പൊ നേരത്തെ കണ്ടായിരുന്നല്ലേന്ന് ചോദിക്കാം. കണ്ടായിരുന്നു പറയാ. അവനൊരു പക്ക ക്രിമിനൽ ആന്ന് പറയാം. അതെ, അവൻ ക്രിമിനൽ ഒന്നും അല്ലാന്ന് നന്ദ പറയാൻ. ഇത് കേട്ട് കഴിഞ്ഞ് പിങ്കിയും പറഞ്ഞു, അതെ നിർമ്മല ഒരിക്കലും ഒരു ക്രിമിനൽ അല്ലാന്ന് പറയും. പിന്നെ ക്രിമിനൽ അല്ല പോലും, അവന് ഈ കുടുംബത്തിലുള്ള എല്ലാവരും ശത്രുക്കളാ, അറിയാലോ. ബാലഗോപാലൻ അങ്കിളിന്റെ ഒരു അഭിഹിതത്തിലുണ്ടായ ഒരു മോന. അവൻ ഒരു കാരണവശാലും ഇന്ന് നമ്മളെ ഒന്നും കൂടപ്പുറപ്പുകളായിട്ട് സ്നേഹിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ലക്ഷ്മി പറഞ്ഞു, അങ്ങനെ പറയരുതാ ഗൗതം, ഒന്നും അല്ലേലും അർജുന്റെ ചോര തന്നെ അല്ലേന്ന് പറയാണ്. അർജുന്റെ ചോരയാണ് പോലും, എന്നിട്ട് അർജുന്റേതായ ഒരു സ്വഭാവ ഗുണങ്ങളും അവനില്ല, അവൻ്റെ ഒരു ക്രിമിനലാന്ന് പറയണം. അവൻ കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സിനെ അവൻ എന്ത് ചെയ്ത് തല്ലി ചതച്ചു, എന്നിട്ട് അവനെ എന്ത് പരിവാക്കിയിട്ടെന്ന് അറിയാവോന്ന് ചോദിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ പിങ്കി പറഞ്ഞു, അതെ അങ്ങനെ കുറ്റം പറയാൻ വരട്ടെ നിർമ്മലിനെ. കാരണം ഒരു പെണ്ണിനോട് വളരെ അപമര്യാദയായി പെരുമാറിയതിന്റെ പേരില്ല അവന് അവരെ പഞ്ഞിക്കിട്ടേന്ന് പറയണം. പിന്നെ ഒരു പെണ്ണിനോട് അപമര്യാദയായി പെരുമാറി പോലും അത് യൂട്യൂബേഴ്സ് ബ്ലോഗേഴ്സ് വെറുതെ പ്രാങ്ക് വെച്ചല്ലേന്ന് നിൽക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, പ്രാങ്ക് പോലും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരാന്ന് അറിയാമായിരുന്നു ഗൗതമിന്, ഞാനായിരുന്നു പറയാണ്. ഞാൻ ചിറ്റമ്മയുടെ പുറത്തു പോയ സമയത്തായിരുന്നു. പിന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാത്തതിന് പ്രധാന കാരണം എന്താണെന്നറിയാവോ, നല്ല വിധ നിർമ്മല അവരെ പെരുമാറിയതുകൊണ്ട് മാത്രം, അല്ലെ എപ്പോഴും ഞങ്ങൾ കൊണ്ട് കംപ്ലൈന്റ് തന്നേനെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് വല്ലാത്തൊരു പരിഭ്രമം ഉണ്ടായി. ഈ സമയം അരുന്ധതി പറഞ്ഞു, എനിക്ക് എന്താണ് അവനെ കാണുന്നത് ഭയങ്കര ഒരു മോഹമുണ്ട് നന്ദേ, എനിക്ക് അവനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിളിച്ചു കാണിച്ചു തരാമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിഞ്ഞപ്പത്തിന് നന്ദ പറഞ്ഞു, ഞാൻ വിളിക്കാം വല്യമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് കയറിപ്പോവാ. പക്ഷെ ഗൗതത്തിന് അത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഗൗതത്തിനാണെങ്കിൽ അവന്റെ ക്രിമിനലാന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആ സമയം നിർമ്മൽ എന്ത് ചെയ്യാം, ലോഡ്ജ് മുറിയെടുക്കാണ്ട് ചെല്ലുവാണ്. പിന്നീട് ആ റിസപ്ഷൻ ഇരിക്കുന്നതിനോട് ചോദിച്ചു, അല്ല കഴിഞ്ഞോ, ഫോർമാലിറ്റീസ് കഴിഞ്ഞോ, ഇനിയെങ്കിലും കീ തരാമെന്ന് ചോദിക്കും. റൂം നമ്പർ 134 എന്ന് പറയണം. അങ്ങനെ നിർമ്മൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വിളിച്ചിട്ട് ഒരു മിനിറ്റ് എന്ന് പറയാം. എന്താ, അതെ ഇതിപ്പം പാർവതി ലക്ഷ്മി ക്ഷേത്രം വക ലോഡ്ജാണത്, അതുകൊണ്ട് ഇവിടെ ചില ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ചിട്ടവട്ടങ്ങളോ, എന്ത് ചിട്ടവട്ടങ്ങള്? അതെ ഇവിടെ മദ്യപാനം പാടില്ല, പരസ്ത്രീ ബന്ധം, അങ്ങനെ പരസ്ത്രീകളെ വിളിച്ചോണ്ട് വരാൻ പാടില്ല, പിന്നെ പുകവലി പാടില്ല എന്ന് പറയോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്താ, ഇതിന് വല്ല ചെറിയൊരു ക്ഷേത്രം എന്ന് അങ്ങ് വിളിച്ചാൽ പോരെ, ലോഡ്ജ് എന്ന് വിളിക്കേണ്ട കാര്യമില്ലല്ലോ. ലോഡ്ജിൽ ആൾക്കാർ മുറിയെടുക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അയാൾ പറഞ്ഞു, അതെ ഇതൊക്കെ പാലിക്കാമെങ്കിൽ ഇവിടെ നിന്നാ മതി. ഓ അപ്പൊ രാവിലെ ഞാൻ കുളിച്ചു കുറുതൊട്ട് ഇവിടെ ഇരിക്കണമായിരിക്കും, അതായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേന്ന് ചോദിക്കണം. അതെ ഞാൻ പറഞ്ഞല്ലോ, ഈ ചിട്ടവട്ടങ്ങളൊക്കെ പാലിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്, തൂക്കിയെടുക്കുമെന്ന് പറയാം. ഇതൊരു നടക്കാൻ പോകുന്ന ലക്ഷണം കാണുന്നില്ലെന്ന് നിർമ്മൽ മനസ്സിൽ പറയണം. അപ്പോഴേക്കും നിർമ്മലിന്റെ ഫോൺ ബെല്ലടിച്ചു. ഈ കോൾ എടുക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ പോലും ഇവിടെ വെച്ച് കോൾ എടുത്ത് സംസാരിച്ചോളാൻ പറയണം. അങ്ങനെ നിർമ്മൽ കോൾ എടുത്ത് കഴിഞ്ഞപ്പം അങ്ങേ തലയ്ക്ക് നന്ദയായിരുന്നു. ഹലോ, ഇത് നന്ദയാന്ന് പറയാണ്. ആ മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട്. ഓ മനസ്സിലായി, നന്ദ ഡോക്ടർ. അതെ അതെ, അല്ല എന്തായിരിക്കും പോലും ഇപ്പൊ വിളിച്ചത്? അത് എനിക്ക് നിർമ്മലിനെ ഒന്ന് കാണണമെന്ന് പറയാം. എന്നെ കാണാനോ? എനിക്കല്ല, വെല്ലുമ്മയ്ക്ക് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിന്റെ ഒന്നും ആവശ്യമില്ല ഡോക്ടറെ, ഞാൻ എന്നെ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയണം. അങ്ങനെ പറയരുത് നിർമ്മലെന്ന് പറയും. അല്ല ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവിടെ വന്നോണ്ട് എന്റെ കാര്യം ഇരിക്കുന്നേ, ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും. അതെ അങ്ങനെ പറയരുത്, വല്യമ്മയുടെ ഒരു ആഗ്രഹം എന്ന് പറയും. ഓ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരിത്, അതുകൊണ്ടല്ലേ നിങ്ങളെ മരിച്ചുപോയ അർജുന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ കാണുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുക. അതൊക്കെ ശരി തന്നെയാ. അല്ല എന്താ ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ തോന്നാൻ ഒരു കാരണം? അത് പറഞ്ഞല്ലോ, ഞങ്ങൾ എല്ലാരും കണ്ടെന്ന് പറയാണ്. എന്റെ ഭർത്താവ് ഉൾപ്പെടെ നിർമ്മല കണ്ടെന്ന് പറയാണ്. നന്ദയുടെ ഭർത്താവ് ഉണ്ട്, ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ കണ്ടല്ലോ. നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് പറയാണ്. പരിചയപ്പെട്ടിട്ടുണ്ടോ? അതെ, ACP ഗൗതം മഹേശ്വര എന്ന് പറയും. ഓ പുള്ളിക്കാരനായിരുന്നോ ഭർത്താവ്? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലാന്നേ. എന്റെ പൊന്നു ഡോക്ടറെ, എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തണ്ട, അതും ആ ACPയുടെ വീട്ടിലേക്ക്. വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയാണ്. എന്റെ വഴിക്ക് വിട്ടേക്കാൻ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നന്ദ പറഞ്ഞു, അങ്ങനെ പറയരുത് നിർമ്മലെ, എന്താണോ എനിക്ക് നല്ല വെല്ലുമ്മയ്ക്കൊന്ന് കാണുന്നത് ഭയങ്കര ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവസാനം കയ്യെ കാലെ വീണ് കഴിഞ്ഞപ്പോ തന്നെ നിർമ്മല പറഞ്ഞു, ശരി സംഭവിച്ചു, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പതുക്കെ അങ്ങോട്ട് മറന്നു പോയിക്കോളും. നിങ്ങളുടെ അർജുനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ. ഈ പറയുന്ന അർജുനുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് ആരാ? അർജുന്റെ ഭാര്യയായ, അവരുടെ പേരെന്താ, പിങ്കി എന്നാന്ന് പറയണം. അവരല്ലേ, അവര് പോലും പതുക്കെ പതുക്കെ അതിൽ നിന്ന് അങ്ങോട്ട് മുക്തി ആയിക്കോളും. പിന്നെ ഇനിയിപ്പം നിങ്ങൾ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് തലയിലേക്ക് വെക്കുന്നത്? വീണ്ടും എന്നെ അങ്ങോട്ട് വിളിച്ചു വരുത്തി വീണ്ടും അവരുടെ മനസ്സിലാക്കാം ഓരോ
തീ ആളി കത്തിക്കാനാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദ പറഞ്ഞു അതുകൊണ്ടല്ല, വല്യമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാണെന്ന് പറയണം. ശരി ആയിക്കോട്ടെ, ഞാൻ വരാം, പക്ഷെ എന്നെ അവിടെ പിടിച്ചു നിർത്താണ്ട് സെന്റിമെന്റ്സ് ഒന്നും വേണ്ടാന്ന് പറയണം. ശരി എന്ന് പറയണം. അങ്ങനെ കോള് കെട്ടിയുക. അങ്ങനെ പിറ്റേ ദിവസം ചെല്ലാന്നാ പറഞ്ഞിരിക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ അങ്ങോട്ടേക്ക് വരുവാണ് നിർമ്മല. ഈ സമയത്ത് ഗൗതം പോകാൻ റെഡിയായി താഴേക്ക് വരികയാണ്. അങ്ങനെ വാതക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് നിർമ്മല കയറി വരുന്നത്. നിർമ്മലിനെ കണ്ടതും ഗൗതമിന് സഹിച്ചില്ല. ഗൗതം അങ്ങോട്ട് പറന്നങ്ങോട്ട് ചെല്ലുവാണ്. എടാ നീയോ, നിന്നോട് ആര് പറഞ്ഞ റാസ്കൽ ഇങ്ങോട്ട് വരാനെന്ന് ചോദിക്കാം. ഇത് കേട്ട നിർമ്മല പറഞ്ഞു, ഓ ആരെങ്കിലും പറയണമെന്ന് ചോദിക്കാം. ദേ നീ എന്തുദ്ദേശം ഇങ്ങോട്ട് വന്നേ, സത്യം പറഞ്ഞോളെന്ന് പറഞ്ഞാൽ കോളറിന് കയറി പിടിക്കുക. ഒരു ACPയുടെ വീട്ടിലേക്ക് നിന്നെ പോലുള്ള ക്രിമിനലിന് കയറി വരാനായിട്ടാ. ഇത് കേട്ടെന്ന് നിർമ്മല പറഞ്ഞു, ഞാൻ ക്രിമിനലൊന്നും അല്ലാന്ന് പറയണം. ആര് പറഞ്ഞാ നീ ക്രിമിനൽ അല്ലാന്ന്? എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. പറഞ്ഞു കേട്ടല്ലോ, നിന്നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് എനിക്ക് അറിയാന്ന് പറയണം. എന്നിട്ട് അവൻ ധൈര്യത്തിന് കയറി വരുന്നു. അതെ, കണ്ട അണ്ടനും അടകൂടനും കയറി വരാനുള്ള സ്ഥലമല്ല അത്. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. സ്വന്തം തന്തയ്ക്ക് പോലും വേണ്ടാത്ത നീ എന്തിനാണ് അങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിക്കാം. നിർമ്മലിന് പ്രാന്തടക്കി. നിർമ്മല പറഞ്ഞു, ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോയക്കളെന്ന് പറയണം. മിണ്ടിയ നീ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ കോളറിന് അങ്ങോട്ട് കയറി പിടിക്കണം. കൈയെടുക്കാൻ പറയണം. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യുന്നു ചോദിക്കണം. ഒരു തവണയും കൂടെ പറയും, വിട്ടില്ലെങ്കിൽ എന്റെ താനി നിറം നിങ്ങൾ കാണുമെന്ന് പറയണം. അപ്പോഴേക്കും നന്ദ അങ്ങോട്ട് ഓടി വരുന്നേ. ഗൗതം സാർ എന്താ ഇത്, കൈ എടുക്കാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം. ഗൗതം പറഞ്ഞു, നന്ദ ഗൗതം സാർ കൈ എടുത്തേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നിട്ട് ഗൗതമിന്റെ കൈ അങ്ങ് വിടിയിക്കുകയാണ്. എന്താ ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്നത് അതിഥിയോടെ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിക്കും. ഇവൻ അതിഥിയൊന്നുമല്ല, ഇവൻ പക്ക ക്രിമിനലാന്ന് പറയും. ഇതേ ഗൗതം സാർ വിളിച്ചിട്ട് വന്ന ആൾക്കാരോട് ഇങ്ങനെ പറയല്ലെന്ന് പറയണം. ആര് വിളിച്ചിട്ട് പറഞ്ഞു? വന്നു, ഞാൻ വിളിച്ചിട്ട്. നിന്നോട് ആരാ ഇവനെ വിളിക്കാൻ പറഞ്ഞെന്ന് ചോദിക്കും. അത് പിന്നെ ഞാനല്ല, ഇത് പറഞ്ഞത് വല്യമ്മ പറഞ്ഞിട്ടാന്ന് പറയണം. ഇതേ വല്യമ്മയ്ക്ക് ഇത് എന്ത് ഭ്രാന്താ എന്റെ ദൈവമേ. ഗൗതം സാറ് അങ്ങോട്ട് മാറിക്കേ, വാ നിർമ്മലെ കയറി വരാൻ പറയണം. അങ്ങനെ നിർമ്മലിനെ വിളിച്ച് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോൾ ഗൗതത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഈ വല്യമ്മേനെ കൊണ്ട് മനുഷ്യന് ഒരു സമാധാനമില്ലോ എന്ന് കരുതുവാണ്. ഈ സമയം അടുക്കളയിലെ പവിത്രയും പിങ്കിയും ലക്ഷ്മിയമ്മയും കൂടെ ഉണ്ട്. അപ്പൊ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ആ സമയം പവിത്ര പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമല്ലോ ഒന്നും ചെയ്യാനായിട്ട്. ലക്ഷ്മിയമ്മ പറഞ്ഞു, നമ്മൾ ഏത് ജോലിയാണെങ്കിലും ആസ്വദിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ അത് വലിയ ഭാരമായി തീരുമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പവിത്ര പറഞ്ഞു, എനിക്ക് അത്ര ആസ്വദിക്കാൻ വേണ്ടാന്ന് പറയണം. പിങ്കി പറഞ്ഞിപ്പോ പവിത്രയോട് കഴിക്കാൻ പറയുകയാണെങ്കിലും അതെനിക്ക് ഇഷ്ടമുള്ള പരിപാടി എന്ന് പറയാം. ഇപ്പൊ കുറച്ച് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി അങ്ങോട്ട് മുന്നിൽ കൊണ്ടുവച്ചാൽ ഒരു കലം വെള്ളം കഴിക്കുമെന്ന് പവിത്ര പറയാറുണ്ടല്ലോ. അതെനിക്ക് പിന്നെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എന്നാലേ അങ്ങനെ അങ്ങ് ഓർത്തങ്ങോട്ട് പണി ചെയ്താൽ മതി എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദ വരുവാണ്. എന്താ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അത് പിന്നെ മോളെ എന്താന്ന് വെച്ചാലേ അടുക്കളപ്പണി എടുക്കുന്നതിനെ കുറിച്ച് പവിത്രയ്ക്ക് ഭയങ്കര ഉത്സാഹം അടുക്കളപ്പണി ചെയ്യാനായിട്ട്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നന്ദയ്ക്ക് അറിയാലോ പവിത്രയുടെ സ്വഭാവം. ഈ സമയത്ത് പിങ്കി അവിടെ ചായ കുടിച്ചോണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി നന്ദമോളെ, നിന്റെ മുഖത്തന്നെ അതിന് വല്ല സന്തോഷം. നീ ഒരു കാര്യം ചെയ്യ, ഇതേ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറയണം. ഇത് കേട്ട പവിത്ര പറഞ്ഞു, ഇതേ നന്ദേച്ചി ഇങ്ങോട്ട് വന്നേ, ഈ കൂടെ ഒന്ന് കൂടിക്കുക, ഇതൊക്കെ ഒന്ന് കഴുകി തരാൻ പറയണം. അതെ ഇപ്പൊ ഞാൻ ഇത്തിരി ബിസിയാന്ന് പറയും. ബിസി എന്ത് ബിസി? നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നിട്ടുണ്ടെന്ന് പറയണം. സ്പെഷ്യൽ ഗസ്റ്റോ? അതാരാ? അതൊക്കെയുണ്ട്. അല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നിർമ്മലിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് വല്യമ്മ, അപ്പൊ നിർമ്മല് വന്നിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായി. നിർമ്മലോ? പെട്ടെന്ന് പവിത്ര പറഞ്ഞു, അർജുനേട്ടനെ പോലെ ഇരിക്കുന്ന അയാളാണെന്ന് ചോദിക്കും. അതെ അത് തന്നെയാന്ന് പറയണ. അയ്യോ പവിത്രയ്ക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയായി. ഈ സമയത്ത് പിങ്കിയുടെ മുഖത്തേക്ക് നന്ദയെ ശ്രദ്ധിച്ചു. പിങ്കിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് മനസ്സിലായി പിങ്കിയും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരികയാണ്. പിന്നീട് ലക്ഷ്മി പറഞ്ഞു, അയ്യോ മോളെ ഞാനൊന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാനിത് പെട്ടെന്ന് അരിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ദേ ആ മോനോട് പോലെന്ന് പറയണമെന്ന് പറയണം. ശരി പെട്ടെന്ന് വരണമെന്ന് പറയണം. പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ പിങ്കി ചായ ഇനി ബാക്കിയുണ്ടോന്ന് ചോദിക്കാം. ഒരു ഗ്ലാസ്സോടെ കാണും. അന്ന് ഒരു ഗ്ലാസ്സിനകത്ത് ചായ എടുത്ത് കൊണ്ടേ കൊടുക്കാൻ പറയണം. ആർക്ക്? നിർമ്മല്. ഞാൻ തന്നെ കൊണ്ടേ കൊടുക്കണം. അതിനിപ്പോ എന്താ കൊണ്ടേ കൊടുത്താലേ? പിങ്കി കൊണ്ടേ കൊടുക്കാൻ പറയണം. പിങ്കിക്ക് ആ പാടൊരു വീർപ്പ് മുട്ടലുണ്ടായി. പിന്നീട് പിങ്കി അങ്ങോട്ട് പോകുന്ന സമയത്ത് ലക്ഷ്മിയമ്മ അവിടെ നിൽക്കുകയാണ്. ലക്ഷ്മിയമ്മ എടുത്തിട്ട് നന്ദ പറഞ്ഞു, ദേ നിർമ്മലിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ പിങ്കിയുടെ മുഖം ശ്രദ്ധിച്ചോന്ന് ചോദിക്കും. എന്ത് കണ്ട ആ മുഖത്തൊരു തിളക്കം ഉണ്ടായാലെന്ന് ചോദിക്കും. ഒരു കാര്യം ചെയ്താലോ അമ്മേ, നമുക്ക് നിർമ്മലിനെ കൊണ്ട് പിങ്കിനെ ഞാൻ കല്യാണം കഴിപ്പിച്ചാലും നിൽക്കും. നീ എന്തൊക്കെ വിഡിതരാ നന്ദേ പറയണേ. ദേ പെണ്ണിന്റെ കയ്യിൽ നിന്നൊന്നും മേടിച്ചു കെട്ടുവിട്ടെന്ന് എന്ന് പറയണ്ട. നിനക്ക് എന്താ നാക്കിന് എല്ലിരുന്ന് കരുതി എന്തും വിളിച്ചു പറയാനായോന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് ലക്ഷ്മിയമ്മ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം നന്ദ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് പവിത്ര അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് അർജുനല്ല നിർമ്മല പത്രമൊക്കെ മറിച്ച് നോക്കി അങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ആ കാഴ്ച കൊണ്ട് പവിത്ര പെട്ടെന്ന് നോക്കി. എന്റെ ഭഗവാനെ, അർജുനായിട്ടും തന്നെ പവിത്രയ്ക്കാണ് ആകെപ്പാടൊരു കുളിര് കോരിയെന്ന്. ആദ്യമായിട്ടാണ് മരിച്ചു പോയ ആളെ ഇത്ര അടുത്ത് കാണുന്ന പോലെ ഒരു തോന്നല് പവിത്രയ്ക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് പവിത്ര അങ്ങോട്ട് മാറിപ്പോയി നോക്കി കഴിയുമ്പോൾ പിങ്കി ചായയൊക്കെ അങ്ങോട്ട് വരുവാണ്. പിങ്കി ചായ അങ്ങോട്ട് വന്ന അർജുന്റെ മുന്നിൽ
നിർമ്മലിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. കാരണം ഈ അർജുൻ അർജുൻ എന്ന് പറഞ്ഞറിഞ്ഞ് അവന്റെ മുഖം കണ്ടിയുമ്പോൾ അർജുനൻ നമ്മുടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നിർമ്മലിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ നിർമ്മൽ ഇങ്ങനെ എഴുന്നേറ്റു. ചായ ഇങ്ങനെ കൈ പിടിച്ചൊന്ന് മുഖത്ത് നോക്കി ഇരിക്കുന്ന അല്ലാതെ പിങ്കി ഒന്നും മിണ്ടെന്ന് പോലും ഇല്ല, ചായ എന്ന് പോലും പറയുന്നില്ല. പിങ്കിയുടെ മനസ്സിൽ കൂടെ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ വന്നപ്പോൾ ചായ കൊണ്ട് കൊടുത്ത ഓർമ്മ വരുവാണ്. അതിനുശേഷം തന്റെ കഴുത്തിൽ താലി ആർത്തിയും കെട്ടിപ്പിടിച്ചു നിന്നതും പിങ്കിക്ക് ആകെ കണ്ണു നിറഞ്ഞു പോയി. ആ രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കും ആകെപ്പാടെ വിഷമം വന്നു പോകും. കാരണം അത്രയ്ക്ക് മാത്രം അർജുനെ എല്ലാവർക്കും ആ സമയത്ത് മിസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് പിങ്കി ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും നിർമ്മലിനെ മുഖത്തേക്ക് നോക്കുക. നിർമ്മലിന്റെ മനസ്സിൽ ഇവര് വേറെ ഏതോ ലോകത്താന്നുള്ള കാര്യം. പെട്ടെന്ന് നിർമ്മല ചോദിച്ചു, അല്ല ഹലോ എന്താന്ന് ചോദിച്ചെങ്കിൽ കൈ ഇങ്ങനെ വീശുമ്പോഴത്തേനും പെട്ടെന്ന് ഞെട്ടി ഉണരുവാണ് പിങ്കി. അല്ല ചായയെന്നും പറഞ്ഞ് ഞാൻ കൊണ്ടുവരുമ്പോഴത്തേനും അത് നിർമ്മലിന്റെ മേത്തേക്ക് വീഴുവാണ്. അയ്യോ സോറി കേട്ടോ, അറിയാതെ പറ്റിപ്പോയതാന്ന് പറയും. സാരമില്ലാന്ന് പറയണം. തൂത്ത് കളയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി എന്ത് ചെയ്യും, പെട്ടെന്ന് സാരി തലപ്പോണ്ട് ഞാൻ തൂത്തോളാന്ന് പറഞ്ഞിട്ട് ആ നിർമ്മലിന്റെ മേത്തെ ആ ചായ അങ്ങോട്ട് തൂത്ത് കളയാണ്. ഇത് കണ്ടുകൊണ്ട് പവിത്ര അവിടെ നിൽക്കുവോ. ആഹാ കൊള്ളാലെന്ന് ഓർക്കണം. അപ്പത്തേനും നന്ദ വന്നു. നന്ദേച്ചി ഇതങ്ങ് നോക്കാൻ പറയണേ. നന്ദ നോക്കി കഴിയുമ്പോഴത്തേനും ഈ കാഴ്ചയാണ് കാണുന്നത്. നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആകെപ്പാടെ നിർമ്മലിനും എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്നേഹം. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അരുന്ധതി വരുന്നേ. അരുന്ധതി വന്നിട്ട് ആഹാ അർജുന് ഷേപ്പുള്ള മോൻ വന്നോന്ന് ചോദിച്ചാൽ അങ്ങോട്ട് വരുമ്പോഴും നിർമ്മലിന്റെ മുഖമാണ് കാണുന്നത്. നിർമ്മലിന്റെ മുഖം കണ്ട് ഷോക്ക് അടിച്ച പോലെ ഇപ്പൊ അരുന്ധതി ഒരു നിമിഷം അങ്ങോട്ട് നിന്നുപോയി. പെട്ടെന്ന് അരുന്ധതിക്ക് ഒരു ബോധോദയുണ്ടായി. ഇത് അർജുൻ മോനല്ലേ, എന്റെ അർജുൻ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടി വരുവാണ്. ഓടി വന്നിട്ട് നിർമ്മലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണ് തന്നെ നിറഞ്ഞു ആ രംഗം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ മറന്നു പോകും നിർമ്മലാന്നുള്ള കാര്യം. ശരിക്കും അർജുൻ വന്ന് നിൽക്കുന്നോളം തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. പിന്നീട് അരുന്ധതി കെട്ടിപ്പിടിച്ച് കരയുന്ന കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിർമ്മല നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഓർക്കും അർജുൻ മരിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലൊക്കെ നമ്മുടെ മനസ്സിലേക്കും വരുവാണ്. ഇതൊക്കെ കണ്ടിട്ട് പിങ്കി ആ പടം വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.